ചെയ്താന്റെ എപ്പിസോഡ് 38ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കഥ തുടങ്ങുമ്പോൾ പാലസിൽ റൂമിൽ വരുന്ന നിക്കി എന്നെ ആർക്കും ഡൗട്ട് തോന്നിയില്ല. മാലിക് പോലും എന്നെ വിശ്വസിച്ചു. ഞാൻ രക്ഷസാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് നിക്കി പറയുമ്പോൾ സുമിത്ര നിക്കിയുടെ മുമ്പിലേക്ക് വരികയാണ്. ഇത്രയും ദിവസം നടന്നതല്ല ഇവരുടെ രണ്ടുപേരുടെയും പ്ലാൻ ആയിരുന്നു. മാലിക്കിന്റെ അടുത്ത് എത്തണമെങ്കിൽ ദുഷ്ടതയുടെ കൂടെ നിന്നാൽ മാത്രമേ കഴിയൂ എന്ന് മായ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് നിക്കി രക്ഷസായി അഭിനയിക്കുന്നത്. നിക്കി കട്ടിൽ പൊക്കിയതും നിക്കിയുടെ കെട്ട് അഴിച്ചതും ആ റൂമിൽ ടെക്നിക്കലായി നടന്ന എല്ലാത്തിനും പുറകെ സുമിത്രയായിരുന്നു. നിക്കി രണ്ടാമത്തെ ചടങ്ങിന്റെ കാര്യം സുമിത്രയോട് പറയുകയാണ്. അത് കേൾക്കുന്ന സുമിത്ര വേതാളത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കാര്യം ഓർമ്മിച്ചു നോക്കുകയാണ് സുമിത്ര. ഓർമ്മ കിട്ടുന്ന സുമിത്ര നിക്കിയോട് വേതാളത്തിന്റെ ഒരു ബുക്ക് നമ്മുടെ പാലസിന്റെ ലൈബ്രറിയിൽ ഉണ്ട്, അതിൽ വേതാളത്തിനെ കുറിച്ച് എന്തെങ്കിലും കാണും, ഞാൻ ആ ബുക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ സുമിത്ര ആ ബുക്കുമായി ആരും കാണാതെ വരുന്നത് സൗദാമിനി കാണുകയാണ്. ഡൗട്ട് തോന്നുന്ന സൗദാമിനി സുമിത്രയുടെ പുറകെ പോകുന്നു. സുമിത്ര നിക്കിയുടെ റൂമിന്റെ അകത്ത് കയറുന്നത് കാണുന്ന സൗദാമിനി ഡോറിന്റെ പുറത്ത് നിന്നുകൊണ്ട് അകത്ത് അവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. സുമിത്ര നിക്കിയുടെ കയ്യിൽ ആ ബുക്ക് കൊടുത്തിട്ട് അവർ രണ്ടുപേരും ആ ബുക്ക് വായിക്കുകയാണ്. അതിൽ വേതാളം എവിടെയാണ് ഉള്ളത് എന്ന് എഴുതിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന സുമിത്ര നിക്കിയോട് കോളേജിലെ ഒരു ഫ്രണ്ട് വേതാളത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യുമായിരുന്നു, അയാളോട് വിളിച്ചു ചോദിക്കാമെന്ന് പറയുന്ന സമയം പുറത്ത് നിൽക്കുന്ന സൗദാമിനി അകത്ത് നിന്ന് ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അടുത്തിരിക്കുന്ന ഫ്ലോർ വൈസ് തട്ടിയിടുകയാണ്. ആ സൗണ്ട് നിക്കിയും സുമിത്രയും കേൾക്കുന്നു. അവർക്ക് പുറത്ത് ആരോ നിൽക്കുന്നു എന്ന് മനസ്സിലാവുകയാണ്. നിക്കി വിൻഡോ വഴി നോക്കുമ്പോൾ സൗദാമിനി ഡോറിന്റെ അടുത്ത് നിൽക്കുന്നത് കാണുകയാണ്. അത് കാണുന്ന നിക്കി പതുക്കെ സൗദാമിനിയുടെ അടുത്ത് പോയി രക്ഷസായി സൗദാമിനിയെ പേടിപ്പിക്കുകയാണ്. നിക്കിയെ കണ്ട് പേടിക്കുന്ന സൗദാമിനി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ശേഷം സുമിത്രയുടെ അടുത്ത് പോകുന്ന നിക്കി സൗദാമിനിയെ പേടിപ്പിച്ച് ഓട്ടിച്ച കാര്യം പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കുകയാണ്. തുടർന്ന് സുമിത്ര ഫ്രണ്ടിനെ ഫോൺ വിളിക്കുന്നു. ഫോണിൽ കൂടി സുമിത്ര വേതാളത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയാൻ പറയുകയാണ്. അപ്പോൾ അയാൾ വേതാളം ഉള്ള സ്ഥലം വളരെ അപകടം പിടിച്ച സ്ഥലമാണ്, അവിടെ പോയവരിൽ ഒരാൾ ഒഴിച്ച് വേറെ ആരും തിരിച്ചു വന്നിട്ടില്ല, ആ ആൾ ആരാണെന്ന് സുമിത്ര ചോദിക്കുമ്പോൾ ഫ്രണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന സുമിത്ര നിക്കിയോട് അത് രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് പോകണം, റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് സുമിത്ര അവിടെ നിന്ന് പോകുന്നു. സുമിത്ര പോകുന്നത് പുറത്ത് മറഞ്ഞു നിൽക്കുന്ന സൗദാമിനി കാണുകയാണ്. നിക്കിയുടെ റൂമിൽ നിന്ന് വരുന്ന സുമിത്രയുടെ മുഖത്ത് പേടിയൊന്നുമില്ല. നിക്കി രക്ഷസായി അഭിനയിക്കുന്നതാണോ എന്നൊക്കെ സൗദാമിനിക്ക് ഡൗട്ട് തോന്നുകയാണ്. ഈ സമയം ഉറങ്ങാൻ കിടക്കുന്ന നിക്കി ബാലദേവിയുടെ അടുത്ത് പോവുകയാണ്. ബാലദേവിയെ കാണുന്ന നിക്കി മായയ്ക്ക് ജീവൻ കൊടുത്ത് ചായയെ കൊന്നു എന്ന് വളരെ സന്തോഷത്തോടെ പറയുകയാണ് നിക്കി. അത് കേൾക്കുന്ന ബാലദേവി നിക്കി ചെയ്തതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി ബാലദേവിയോട് ഇനി എനിക്ക് സുരക്ഷാ യന്ത്രം തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബാലദേവി ചിരിച്ചുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് നിക്കി, പക്ഷേ ഞാൻ ഇപ്പോൾ സുരക്ഷാ യന്ത്രം നിക്കിക്ക് തരുന്നില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി സുരക്ഷാ യന്ത്രം തരാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബാലദേവി നിക്കിയോട് രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയാം, അതിൽ ഏതെങ്കിലും ഒന്ന് നീ സെലക്ട് ചെയ്യണം. ഒന്നാമത്തേത് ഞാൻ നിനക്ക് സുരക്ഷാ യന്ത്രം തന്നാൽ നിന്റെ ജീവൻ രക്ഷിക്കാൻ നിനക്ക് കഴിയും. രണ്ടാമത്തേത് എന്റെ ആശീർവാദവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാലിക്കിനെ തോൽപ്പിച്ച് നിനക്ക് നിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും. നീ ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആലോചിച്ച് നിൽക്കുന്ന നിക്കി ഞാൻ രണ്ടാമത്തേത് സെലക്ട് ചെയ്യുന്നു, എന്റെ ലക്ഷ്യം എന്റെ സുരക്ഷിതത്വമല്ല മാലിക്കിന്റെ അന്ത്യമാണെന്ന് പറയുകയാണ് നിക്കി. ഇത് കേൾക്കുന്ന ബാലദേവി നിക്കിയോട് എനിക്ക് അറിയാമായിരുന്നു നിക്കി, അതേ നീ സെലക്ട് ചെയ്യുകയുള്ളൂ, വെൽ ഡൺ നിക്കി എന്ന് പറഞ്ഞിട്ട് ബാലദേവി നിക്കിയെ അനുഗ്രഹിക്കുകയാണ്. ശേഷം രാവിലെ നിക്കിയും സുമിത്രയും പോകുന്ന കാറിന്റെ ഡിക്കിയിൽ ഒളിക്കുകയാണ് സൗദാമിനി. ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ സുമിത്ര കാർ ഓട്ടിച്ചു പോവുകയാണ്. അവസാനം മന്ത്രവാദിയുള്ള ഗുഹയുടെ അടുത്ത് അവർ പോവുകയാണ്. സൗദാമിനിയെ അവർ രണ്ടുപേരും കാണാതെ അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. സുമിത്രയെ പുറത്ത് നിർത്തിയിട്ട് നിക്കി ഗുഹയ്ക്ക് അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോകുന്ന നിക്കി മന്ത്രവാദിനി ഇരിക്കുന്നത് കാണുകയാണ്. നിക്കി മന്ത്രവാദിനിയുടെ അടുത്ത് പോവുകയാണ്. നിക്കിയോട് മന്ത്രവാദിനി ഫൂറൻകെട്ടിലെ മരുമകൾക്ക് ഇവിടെ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ എന്ന് ചോദിക്കുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് നിക്കി. നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്ന് നിക്കി ചോദിക്കുമ്പോൾ നീ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത് എന്തിനാണെന്ന് നിക്കിയോട് മന്ത്രവാദിനി ചോദിക്കുമ്പോൾ അമാവാസിയിലെ ചടങ്ങായ വേതാളത്തിന്റെ അസ്ഥികൂടത്തിന്റെ കാര്യം നിക്കി പറയുകയാണ്. കേൾക്കുന്ന ഒരു പരുന്ത് അവിടെ നിന്ന് പറന്നു പോവുകയാണ്. അപ്പോൾ മന്ത്രവാദിനി വേതാളത്തിന്റെ അടുത്ത് പോകുന്നത് കുട്ടിക്കളിയല്ല, കാട്ടിന്റെ അകത്തുള്ള ഖനീഭൂതത്തിന്റെ അടുത്ത് നിന്ന് മരണത്തിനെ തോൽപ്പിച്ചാണ് ഞാൻ ഒരിക്കൽ രക്ഷപ്പെട്ടു വന്നത്. ഞാനൊരു വേതാളത്തിനെ ഒഴിച്ച് ബാക്കി എല്ലാ വേതാളത്തിനെയും പിടിച്ചു കൊണ്ടുവന്നു. ഒരു വേതാളം ഇപ്പോഴും അവിടെയുണ്ട്, അത് ഏറ്റവും അപകടകാരിയായ വേതാളമാണ്. ആരെങ്കിലും ആ വേതാളത്തിനെ പിടിച്ചാൽ അത് ആരാണോ വേതാളം ആ ആളിന്റെ അടിമയായിരിക്കും. അത് മായാവി വേതാളമാണ്. ആ മായാവി വേതാളത്തിനെ പിടിക്കാൻ മായാവി ചാട്ടവാർ വേണം. അത് ഒരു ശ്വേതത്തിന്റെ കയ്യിലാണ് ഉള്ളത്. ശ്വേതം എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ശരീരവും മൃഗത്തിന്റെ കാലുകളുമുള്ള ഒരു ജീവിയാണ്. അത് കേൾക്കുന്ന നിക്കി ആ ശ്വേതം എവിടെയാണുള്ളതെന്ന് ചോദിക്കുകയാണ്. ഈ സമയം ഖനീഭൂതത്തിന്റെ അടുത്ത് പോയി പരുന്ത് ഒരു പെൺകുട്ടി ശ്വേതത്തിനെ കാണാൻ ഇവിടെ വരാൻ പോകുന്ന കാര്യം പറയുകയാണ്. അത് കേൾക്കുന്ന ഖനീഭൂതം അവൾ വരട്ടെ, കുറെ നാളെ ഒരു മനുഷ്യന്റെ ചോര കുടിച്ചിട്ട് എന്ന് പറയുകയാണ് ഖനീഭൂതം. ഈ സമയം നിക്കിയോട് വേതാളത്തിനെ പിടിക്കാൻ മായാവി ചാട്ടവാർ വേണം, മായാവി ചാട്ടവാർ ശ്വേതത്തിന്റെ കയ്യിലാണ്, ശ്വേതം ഖനീഭൂതത്തിന്റെ കാട്ടിലാണ്, ഒരു പ്രത്യേക സമയത്ത് മാത്രമേ ശ്വേതത്തിനെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് കേൾക്കുന്ന നിക്കി തിരിച്ച് സുമിത്രയുടെ അടുത്ത് പോകുന്നു. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് സൗദാമിനി കേൾക്കുകയാണ്. നിക്കി മന്ത്രവാദിനി പറഞ്ഞ കാര്യങ്ങളെല്ലാം സുമിത്രയോട് പറയുകയാണ്. രാത്രി ആ മുഹൂർത്തമാണ്, ഇന്ന് രാത്രി തന്നെ ഖനീഭൂതത്തിന്റെ കാട്ടിൽ പോകണമെന്ന് പറയുകയാണ് സുമിത്ര. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അത് കാണുന്ന സൗദാമിനി നിന്നെ ഞാൻ ഈ ചടങ്ങ് ചെയ്ത് തീർത്ത് ഫൂറൻകെട്ടിലെ റാണിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് നിക്കിയും സുമിത്രയും
കാറിൽ കയറുന്ന സമയം സൗദാമിനി ഡിക്കിക്കകത്ത് കയറി ഡോർ അടയ്ക്കുകയാണ്. ഡോർ അടയ്ക്കുമ്പോൾ സൗദാമിനിയുടെ ഡ്രസ്സിന്റെ കുറച്ച് ഭാഗം ഡോറിന്റെ പുറത്താവുകയാണ്. ഒരു ഡൗട്ട് തോന്നുന്ന നിക്കി പുറത്തിറങ്ങി നോക്കുകയാണ്. നിക്കി പുറത്തിറങ്ങിയത് മനസ്സിലാക്കുന്ന സൗദാമിനി ഡ്രസ്സ് അകത്തേക്ക് ആക്കുകയാണ്. നിക്കി നോക്കുമ്പോൾ ഡിക്കി അടയ്ക്കാത്തത് കാണുന്ന നിക്കി ഡിക്കി ലോക്ക് ചെയ്തിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. നിക്കിക്ക് കനിഭൂതത്തിന്റെ അടുത്ത് പോയി ശ്വേതത്തിനെ കാണാൻ കഴിയുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്